നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. എത്രത്തോളം ഇറാൻ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം കേരള രാഷ്ട്രീയത്തെ ബാധിക്കും എന്ന് ചോദിച്ചാൽ വളരെയധികം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വർഷങ്ങൾക്കപ്പുറത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്തു പോയ ഒരു നാടാണ് കേരളം. ഇറാഖിൽ സദ്ദാം ഹുസൈനെ ക്രൂരമായി വേട്ടയാടി അമേരിക്കൻ പട്ടാളം തൂക്കിക്കൊന്നപ്പോൾ നോക്കി നിന്ന കടക്കാവൂർ പഞ്ചായത്തിലെ 6-ാം വാർഡ് സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി നസറുദ്ദീനെ പരാജയപ്പെടുത്തുവാൻ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് അനൗൺസ് ചെയ്തു പോയ ഒരു രാജ്യത്താണ്, ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം വളരെയധികം കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കാരണം കോൺഗ്രസിൻ്റെ രണ്ട് പ്രബലമായ വോട്ട് ബാങ്കുകളായിരുന്നു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗം. അവരുടെ ഒരു വോട്ട് കേന്ദ്രീകരണമാണ് കോൺഗ്രസിനെ മിക്കപ്പോഴും വിജയിപ്പിച്ചു നിർത്തിയത്. ആ വോട്ട് ബാങ്കുകളിൽ കടന്നു കയറാനുള്ള നല്ലൊരു അവസരമായി BJP ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെ കാണുന്നുണ്ട്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവരാജ്യമാണ്. ബൈബിളിലൊക്കെ ദൈവരാജ്യം എന്ന് തന്നെയാണ് ഇസ്രായേലിനെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിച്ചു കാണുവാൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്വാഭാവികം. ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഹറമാണ്. മക്കയ്ക്ക് മുമ്പ് അവർക്കുണ്ടായിരുന്ന ഹറമാണ്, അവരുടെ കഅബ ആയിരുന്നു. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഫലസ്തീൻ നടത്തുന്ന വിമോചന പോരാട്ടത്തെ മുസ്ലിങ്ങളും പിന്താങ്ങുന്നു. അപ്പോൾ രണ്ട് വിഭാഗങ്ങളുടെയും ഒരു ആത്മാവുമായിട്ട് ആ സ്ഥലം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ രണ്ട് ലോക മതങ്ങൾ ആയിട്ടുള്ള ഹിന്ദുമതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും ആ സ്ഥലത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ വിഭജിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ സൈബർ ഇടങ്ങളൊക്കെ ഫലസ്തീൻ വിരുദ്ധ പോർമുഖങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അല്ലാതെ ക്രിസ്ത്യാനികളോട് ഏതെങ്കിലും പ്രത്യേകിച്ച് താല്പര്യം BJPക്കോ സംഘപരിവാറിനോ ഇല്ല. അവർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. രണ്ട് മുട്ടനാടുകൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടിച്ചു വീഴുമ്പോൾ ഇടയ്ക്ക് രാഷ്ട്രീയ ചോര കുടിക്കാൻ നിൽക്കുന്ന മുട്ടനാടുകൾ. കോൺഗ്രസ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം അധികമായി ഒരു ഫലസ്തീൻ അനുകൂല മനോഭാവം പുലർത്തുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകൾ ചോർന്നു പോകുവാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസിന് മിക്കപ്പോഴും അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മുസ്ലിം ലീഗ് ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തി, CPM നടത്തി. അപ്പം കോൺഗ്രസ് നടത്തപ്പെടാതിരിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കോൺഗ്രസ് നടത്തി. ഞാനൊരു ഫലസ്തീൻ അനുകൂല മനോഭാവം വെച്ച് പുലർത്തുന്ന ആളാണ്. കാരണം അവിടെ നടക്കുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്, അല്ല മത പോരാട്ടമല്ല എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് BJP മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ നമ്മൾ നടത്തണം. കാരണം ഞാൻ ഹഗ്യ സോഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചന്ദ്രികയിൽ വന്ന ഒരു ലേഖനം, ഹഗ്യ സോഫിയ അത് ചർച്ച ആയിരുന്നു, അത് മോസ്കാക്കി. അതിനെ അനുകൂലിച്ചുകൊണ്ട് തുർക്കിയിൽ ഹഗ്യ സോഫിയ മോസ്കാക്കിയതിനെ അനുകൂലിച്ചുകൊണ്ട് അത് ചന്ദ്രികയിൽ വന്ന ഒരു ലേഖനം, അത് UDFന് വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് തിരുവമ്പാടി പോലെ ലീഗ് വിജയിച്ചു വരുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ CPMന് പോവുകയും ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അന്താരാഷ്ട്ര തലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ കേരളത്തിൽ ഇടപെടുമ്പോൾ കോൺഗ്രസും മിതത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ BJP ആ സ്പേസിലേക്ക് കടന്നു കയറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫലസ്തീനിലേത് വിമോചന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ ദൈവരാജ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ നടത്തുമ്പോൾ കോൺഗ്രസ് മിതത്വം പാലിക്കേണ്ടതായിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല. പണ്ട് BJP ശക്തമായ ഒരു പാർട്ടി അല്ലായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ലഭിച്ചു വരുന്നുണ്ട്. എങ്ങനെയൊക്കെ സീറ്റുകൾ പിടിക്കാമെന്ന തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് കിട്ടിയൊരു ഉപാധിയാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം. ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ പേരിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ തങ്ങളോടൊപ്പം നിർത്തിയാൽ ഇവിടെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകൾ കുറഞ്ഞു പോവുകയും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, CPMും ഈ കാര്യത്തിൽ ഇതേ തന്ത്രമാണ് വെച്ച് പുലർത്തുന്നത്. കാരണം CPM ഫലസ്തീൻ അനുകൂല മനോഭാവം വെച്ചു പുലർത്തുന്നതിന് കാരണം ക്രിസ്ത്യൻ വോട്ടുകൾ ചോർന്നു പോയാൽ ലീഗ്, കോൺഗ്രസ് എന്നിവർ പരാജയപ്പെടും. അപ്പോൾ ആ ഗ്യാപ്പിൽ കുറച്ച് മുസ്ലിം വോട്ടുകളും കൂട്ടിയാൽ തങ്ങൾക്കിവിടെ സ്ഥിരമായി ജയിച്ചു പോകാം. കുറേ സീറ്റുകൾ BJP പിടിക്കും, കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിക്കും. ആ ഒരു കാഴ്ചപ്പാടാണ് CPM വെച്ച് പുലർത്തുന്നത്. അപ്പോൾ CPMനോട് എനിക്ക് പറയാനുള്ളത്, കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളും കൂടി പരിഗണിക്കണം. കോൺഗ്രസിനോട് എനിക്ക് പറയാനുള്ളത്, ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ
മിതമായ നിലപാടുകൾ സ്വീകരിക്കണം. കാരണം അത് BJP രാഷ്ട്രീയത്തിലോട്ട് കടന്നു കയറുന്നതിന് ഒരു അവസരമാക്കരുത്. പാലസ്തീൻ അനുകൂല പ്രസ്താവനകൾ നടത്താം. പാലസ്തീനൊപ്പം നിന്ന രാജ്യമാണ് നമ്മുടേത്. മഹാത്മാഗാന്ധിയുടെ പ്രസ്താവന മുതൽ ഇതുവരെ നരേന്ദ്രമോദി അധികാരമേൽക്കുന്നതുവരെ പാലസ്തീനൊപ്പം നിന്ന പ്രസ്ഥാനമാണ് നമ്മുടേത്, രാജ്യമാണ് നമ്മുടേത്. അത് മനസ്സിലാക്കി പക്ഷേ അതിൽ മിതത്വം പാലിക്കുക. പഴയതുപോലെ പ്രകടനങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കോൺഗ്രസ് നഷ്ടപ്പെടുന്നതിന് കാരണമാകും. ആ വോട്ട് ബാങ്കുകളിൽ BJP കടന്നു കയറും. നമ്മളിപ്പോൾ തൃശ്ശൂരിൽ കണ്ടത് ആ ഒരു സത്യമാണ്. ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിൽ പോലും അവിടെ ഒരു BJP കടന്നുകയറ്റമുണ്ടായി. അതിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കാണുകയുമുണ്ടായി. ചില യാഥാർത്ഥ്യം ആ പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തു. കാരണം ഫലസ്തീൻ അനുകൂല പ്രസ്താവനകൾ മുരളീധരൻ ഉൾപ്പെടെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയത് കോൺഗ്രസിൻ്റെ ഒരു പരാജയത്തിന് കാരണമായി. ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ അത് BJPയുടെ കേരളത്തിലെ കടന്നുകയറ്റത്തിന് കാരണമാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം വളരെ രൂക്ഷമാകും. ഇറാനും കൂടി ആ യുദ്ധരംഗത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ ഒരു തന്ത്രപരമായ ഇടപെടലുകൾ കോൺഗ്രസ് നടത്തിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിലേക്ക് BJP കടന്നു കയറുവാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.